2026 ജനുവരി മാസം അപൂർവമായ ഗ്രഹയോഗങ്ങൾ കൊണ്ട് അനുഗ്രഹീതമാണ്. ഇതിലേറ്റവും പ്രധാനം മകരൻ രാശിയിൽ സംഭവിക്കുന്ന പഞ്ചഗ്രഹി യോഗമാണ്. സൂര്യൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ, ചന്ദ്രൻ എന്നീ 5 ഗ്രഹങ്ങൾ മകരൻ രാശിയിൽ ഒന്നിച്ചു വരുന്ന ഈ അവസ്ഥ വ്യക്തി ജീവിതത്തിലും ആഗോളതലത്തിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഭാരതീയ ജ്യോതിഷപ്രകാരം ജനുവരി മാസത്തിലെ ഗ്രഹങ്ങളുടെ സഞ്ചാരം 1 ബുധൻ, ധനു, മകരം എന്നിവയിലൂടെ സഞ്ചരിക്കുന്നു. ജനുവരി 3 ചന്ദ്രൻ മിഥുനൻ രാശിക്കാർക്ക് പൂർണ്ണചന്ദ്ര പ്രഭാവം അനുഭവപ്പെടുത്തുന്നുണ്ട്. ജനുവരി 14 സൂര്യൻ ധനു, മകരസംക്രാന്തി പ്രവർത്തനങ്ങളിൽ വ്യക്തത വരുത്തുന്നുണ്ട്. ജനുവരി 16 ചൊവ്വ, ധനു, മകരം, ചൊവ്വയുടെ ഉച്ചസ്ഥിതി ആരംഭമാണ്. ജനുവരി 17 ശുക്രൻ മകരം, കുംഭത്തിലൂടെ സാമൂഹ്യ ബന്ധങ്ങളിൽ മാറ്റം വരുത്തുന്നു. ഈ ഗ്രഹസ്ഥിതികൾ മകര നക്ഷത്രത്തിന്റെ 2 കൂറുകളെയും വ്യത്യസ്തമായി സ്വാധീനിക്കുന്നു. ഇടവക്കൂറുകാർക്ക് സാമ്പത്തികമായ സുരക്ഷിതത്വവും മിഥുനക്കൂറുകാർക്ക് തൊഴിൽപരമായ പുതിയ പാതകളും തുറന്നു നൽകുന്നുണ്ട്. മകര നക്ഷത്രക്കാർക്ക് ജനുവരി മാസത്തിലെ വെല്ലുവിളികൾ കുറയ്ക്കാനും ശുഭഫലങ്ങൾ വർദ്ധിപ്പിക്കാനും ചില മാർഗങ്ങളുണ്ട്. ചൊവ്വയുടെ അതിദേവതയായ സുബ്രഹ്മണ്യ സ്വാമിയെ ആരാധിക്കുന്നത് മകര നക്ഷത്രക്കാർക്ക് അതീവ ശ്രേഷ്ഠമായി പറയുന്നുണ്ട്. ഓം ശരവണ ഭവായ നമഃ എന്ന മന്ത്രം ദിവസവും ജപിക്കുന്നത് ഊർജ്ജസ്വലത നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാൻ ഹനുമാൻ സ്വാമിക്ക് വെണ്ണയോ വെറ്റിലയോ മാലയോ സമർപ്പിക്കുന്നത് ഗുണകരമായി പറയുന്നുണ്ട്. ഹനുമാൻ ചാലിസ ജപിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും.